ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും രാജ്യത്തിന് ആപത്താണെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ പറഞ്ഞു. രാജ്യത്ത് വർഗീയത ശക്തിപ്പെട്ടുവെന്നും വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കുന്നവർ പിന്തള്ളപ്പെടുകയാണെന്നും RSSന്റെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി P ജയരാജൻ വ്യക്തമാക്കി. തടിക്കാട് പിതാവിന്റെയും മക്കളുടെയും മുന്നിലിട്ട് NDF പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയ CPM നേതാവ് MA അഷ്റഫിന്റെ 25ാമത് രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ജയരാജൻ. ഇന്നത്തെ പോപ്പുലർ ഫ്രണ്ട് അതിന്റെ ഒരു സംഘം കാപാലികന്മാർ മൃഗീയമായി പാപ്പയുടെയും മക്കളുടെയും മുന്നിലിട്ട് അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത്. ആ സംഭവം കേട്ടപ്പോൾ ഇതിന് സമാനമായിട്ടുള്ള ഒരു സംഭവം കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിരുന്നു. അന്ന് SFIയുടെ സംസ്ഥാന ഭാരവാഹിയും അഖിലേന്ത്യാടിസ്ഥാനത്തിലുള്ള കമ്മിറ്റിയിൽ അംഗവുമായിരുന്ന സഖാവ് KV സുധീഷിനെ ഇതുപോലെയാണ് RSS സംഘം വെട്ടിനുറുക്കിയത്. അത് സുധീഷിന്റെ അച്ഛന്റെയും അമ്മയുടെയും മുന്നിലിട്ടാണ്. ഈ രണ്ട് വർഗീയ തീവ്രവാദ ശക്തികളും ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥക്ക് ഏറ്റവും വലിയ ഭീഷണിയായി തീർന്നിരിക്കുകയാണ്. വർഗീയത രാജ്യത്തുടനീളം ശക്തിപ്പെടാനാണ് പരിശ്രമിക്കുന്നത്. എനിക്കറിയാം, 2014 മുതൽ ഇന്ത്യയിൽ അധികാരത്തിൽ വന്നിട്ടുള്ള BJP എല്ലായിടത്തും വർഗീയത ശക്തിപ്പെടുത്താൻ പരിശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായി വർഗീയതക്കെതിരായിട്ട് ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനങ്ങൾ പിന്തള്ളപ്പെടുന്നു. പാർട്ടി ജില്ലാ സെക്രട്ടറി S സുധേവൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K രാജഗോപാൽ, S ജയമോഹൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് മാത്യു, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ K ബാബു പണിക്കർ, S ബിജു, MA രാജഗോപാൽ, അഞ്ചൽ ഏരിയ സെക്രട്ടറി D വിശ്വസേനൻ, പുനലൂർ ഏരിയ സെക്രട്ടറി P സജി, സംഘാടക സമിതി പ്രസിഡന്റ് R ഷാജു, സെക്രട്ടറി ഷിബു, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ VS സതീഷ്, G പ്രമോദ് എന്നിവർ പ്രസംഗിച്ചു. സ്മൃതി ദിനത്തോടനുബന്ധിച്ച് നടന്ന റെഡ് വാളണ്ടിയർ മാർച്ചിലും പ്രകടനത്തിലും നൂറുകണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത്. മതതീവ്രവാദികളിൽ ഞങ്ങളിലൂടെ ഞങ്ങളെ ദ്വാരയിലൂടെ Sir. Yes. No, bro. Yes. നാട്ടുവാർത്ത അഞ്ചൽ.